ഡോക്ടർ ടീച്ചേഴ്സ് നമസ്തേ. നമസ്തേ. ഇന്നലെ ന്യൂസിൽ കേട്ടു ഇങ്ങനെ നമ്മൾ ചില വ്യക്തികളിലോ അല്ലെങ്കിൽ ചില വസ്തുക്കളിലോ തൊടുമ്പോൾ നമുക്കൊരു ഷോക്ക് അടിച്ച പോലെ തോന്നുന്നു. അപ്പൊ അതിൽ അവര് വിശദീകരിച്ചത് ഇലക്ട്രോണിക്സ് നെഗറ്റീവ് ചാർജിന്റെ ഫ്ലോ ആണ്. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എന്തെന്നാ നിഷേധ വികാരങ്ങളെല്ലാണോ? ഇതേതായി ന്യൂസ് ചാനൽ ഇത് പറയുന്നത്? ഞാൻ ഇതുവരെ കാണാം. സാധാരണ ഞാനൊക്കെ ഇവിടെ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരുടെ കഥയും പൊളിറ്റീഷ്യൻസിന്റെ കഥയും ഒക്കെ പറയുന്നത്. ഇത് ഏത് ചാനലാ ബിനു കാണുന്നത്? ഇന്നലെ എനിക്കെന്നാ മാതൃഭൂമിയാണ്. ഞാൻ ചാനൽ നോക്കില്ല, രാവിലെ പെട്ടെന്ന് ഹസ്ബൻഡ് വെച്ചപ്പോ വെറുതെ ഒന്ന് നോക്കി ഇതിരുന്നായിരുന്നു. സന്തോഷം. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, സീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് എനർജിയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ നമ്മള് ചിന്തിക്കുമ്പോഴും എല്ലാ സംഭവം നടക്കുന്നത് ഊർജം വെച്ചിട്ടാണ്. എന്തും ഊർജമാണ്. നമ്മളിപ്പോൾ പ്രകാശം എന്ന് പറയുന്നതും ഊർജമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ശബ്ദം എന്ന് പറയുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ഹീറ്റ് എന്ന് പറയുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. നമ്മൾ ഊർജം എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി മാത്രം കാണണ്ട, അതിനൊക്കെ വേവ് ലെങ്ത്തിലൊരു കൃത്യമായ വേവ് പാറ്റേൺസ് ഉണ്ട്. അത് കാണുന്നതാണെങ്കിൽ 0.4 to 0.7 മൈക്രോമീറ്റർ ഫ്രീക്വൻസി വരുമ്പോഴാണ് കാഴ്ചയാവുന്നത്. എക്സ്റേ ആണെങ്കിൽ വേറെ, പിന്നെ ഓരോ തരത്തിലും മൈക്രോവേവ് എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള എനർജിയാണ്. അതാണ് മൈക്രോവേവിൽ ഉപയോഗിക്കുന്നത്, മൈക്രോവേവ് ഓവനിൽ. ശബ്ദം എന്ന് പറയുന്നത് ഏത് ഹെഡ്സിലാണ്, ആ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അതിനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ ഒക്കെ വെക്കുമ്പോൾ 10.4 അല്ലെങ്കിൽ 105 എന്നൊക്കെ പറയുന്ന ആ ബാൻഡ് വിഡ്ത്താണ്. അപ്പോൾ ഒക്കെ എനർജിയാണ്. എല്ലാ എനർജിക്കും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ പ്രകാശവും അതിനെ പ്രോസസ്സ് ചെയ്യുന്ന കണ്ണുകളും ശബ്ദത്തെ പ്രോസസ്സ് ചെയ്യുന്ന ചെവിയും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലാണ്. ഇപ്പം ചീവീടിൻ്റെയൊക്കെ ശബ്ദം എന്ന് പറയുന്നത് അതിൻ്റെ ചിറകടിക്കുന്ന ഫ്രീക്വൻസിയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില മൂവ്മെൻറ്റ്സിന് അതിൻ്റേതായ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കെമിസ്ട്രി നടക്കുന്നുണ്ട്. നമ്മുടെ ഫാക്ടറിയാണ്, വലിയ ഫാക്ടറി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പക്ഷിക്കാഷ്ടം വിറ്റിട്ട് കാശുണ്ടാക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? പെറു എന്നൊരു രാജ്യമുണ്ട്. ആ പെറുവിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സാണ്. ആ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് പെറുവിൽ കാഷ്ടിച്ചിട്ട് പോകുന്ന വേസ്റ്റ് ബേർഡ് പൂപ്പ് ആണ്. ബേർഡ് പൂപ്പാണ് ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ കാശ്. അപ്പോൾ അതിൽ എന്തൊക്കെ കെമിസ്ട്രികളാണ് ഉള്ളത്? ഓരോ ജീവികളിൽ നടക്കുന്ന കെമിസ്ട്രി ഡിഫറൻ്റ് ആണ്. ഇതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു കെമിക്കൽ, ഏത് പ്രോസസ്സ് നടക്കുമ്പോഴും ഒരു എനർജി പുറത്തേക്ക് പോകും. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന പ്രാണൻ ഇതിനെയൊക്കെ ഓക്സിജനും ബാക്കിയുള്ള എയറിൻ്റെ കോമ്പോണൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പ്രോസസ്സിനെയൊക്കെ നമ്മളെ ക്ലീൻ ചെയ്യിപ്പിക്കാനും നമ്മളെ സംസാരിപ്പിക്കാനും ഒക്കെയുള്ള എനർജി ആയിട്ട് മാറുകയാണ്. അതിനെ ബയോ എനർജി എന്നാണ് പറയുക. ആ എനർജി പ്രോസസ്സ് നടക്കുമ്പോൾ ഓരോരാളിലും വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ എനർജി നമ്മുടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോയിട്ട് ഫാൻ കറങ്ങുമ്പോൾ അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. അതേ ഇലക്ട്രിസിറ്റി ട്യൂബ് ലൈറ്റിലൂടെ വ്യത്യസ്തമായ മീഡിയയിൽ പോകുമ്പോൾ അത് ലൈറ്റായിട്ട് മാറുന്നു. അതേ ഇലക്ട്രിസിറ്റിയാണ് മൈക്രോവേവിൽ പോകുമ്പോൾ മൈക്രോവേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും വ്യത്യസ്തമായ ഫ്രീക്വൻസി ആയിട്ട് മാറും. നമ്മളൊക്കെ റിസീവ് ചെയ്യുന്നത് ഒരേ എയറും ഒരേ എനർജി ആണെങ്കിലും നമ്മളുടെ ശരീരത്തിൻ്റെ ഗുണദോഷങ്ങൾ അനുസരിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രാണം, അപാനം, ഉദാനം ഒക്കെ ആയിട്ട് അവസാനം പുറത്തേക്ക് പോകുന്ന ആ എനർജിക്ക്, ആ എയറിന് വ്യത്യസ്തമായൊരു ഫ്രീക്വൻസി ഉണ്ടാവും. അത് ലോകത്തിൻ്റെ ബാക്കിയുള്ളിടത്തേക്ക് എത്തുന്ന സമയത്ത് അതിന് ഫ്രീക്വൻസി മാറ്റുമ്പോൾ കുറച്ച് ഫ്രീക്വൻസി എവിടെയെങ്കിലൊക്കെ കളയും. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അത് സാധാരണ നമ്മൾ ടി വി ഓൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ക്രീനിൽ തൊടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എ സി ഇടുന്ന സമയത്തും ഫാൻ ഇടുന്ന സമയത്തും ലൈറ്റ് ഇടുന്ന സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴും ഒക്കെ ഈ എനർജി നമ്മൾ അവിടെ ഇവിടെയൊക്കെ കളയുന്നുണ്ട്. ഇതൊക്കെ എവിടെ പോവാം? ഇതൊക്കെ എപ്പോഴും എനർജി സെറ്റിൽ ചെയ്യുക പെരിഫറൽസിലാണ്. പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എഡ്ജുകളിലാണ്
ഇപ്പം ഈ റൂമിലുള്ള എല്ലാ എനർജികളും വ്യത്യസ്തമായിട്ടുള്ള കോമ്പണൻസ് ഒക്കെ പോയിട്ട് ഈ കഥകിലോ അല്ലെങ്കിൽ പെരിഫറൽ എന്ന് പറഞ്ഞാൽ അതാണ് കഥകിൻ്റെ ഉമ്മറപ്പടിയിലോ ഒക്കെയാണ് ഉണ്ടാവും. അതാണ് പണ്ട് നമ്മൾ അവിടെ തൊടരുത് എന്നൊക്കെ പറയാൻ കാരണമെന്ന് ചിലപ്പോൾ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കിടന്നുറങ്ങിയിട്ട് 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുമ്പോഴും നമ്മുടെ മുകളിൽ വീഴുന്ന ഫാനിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഈ സബ്റ്റിൽ എനർജിയാണ്. അത് നമ്മുടെ ശരീരത്തിലും ഉണ്ടാവും, പുറത്തും ഉണ്ടാവും. അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ലെവലിലാവുന്ന സമയത്ത് നമ്മൾ തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. ചിലരൊക്കെ AC റൂമിലൊക്കെ കിടന്നിട്ട് രാവിലെ ഡോറ് തുറക്കാൻ വേണ്ടി നോബ് തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഷോക്ക് അടിക്കും. അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. അത് നമ്മളിലുണ്ടാവുന്ന ഒരു എനർജി മറ്റേ എനർജിയിലേക്ക് ചിലർക്ക് വളരെ കൂടുതലായിരിക്കും. അത് ചിലർക്ക് അത് അറിയേയില്ല. ഓരോരാളുടെയും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പേര് പറയുന്നത് നമുക്ക് ഗുണപ്രദമായിട്ടുള്ളത് പോസിറ്റീവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത് നെഗറ്റീവുമാണ്. അത്രേ ഉള്ളൂ അർത്ഥം. ആ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. ഇപ്പം എനിക്ക് ഫ്രീക്വൻസിയിൽ പെടുന്ന ഒരു ജീവിക്ക് ഞാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ജീവി പട്ടിയാണെങ്കിൽ പട്ടിയും ഞാനും പോസിറ്റീവാണ് എനർജി. അതേ സമയത്ത് എനിക്കുള്ള എനർജി ഇഷ്ടമല്ലാത്തൊരു എനർജിയാണെന്ന് തോന്നുന്നൊരു പൂച്ചയാണെങ്കിൽ ആ പൂച്ച എനിക്ക് നെഗറ്റീവാണ്. അതിനെ കാണുന്നത് നെഗറ്റീവാണ്. ഒരാളെ കാണുന്നത് നെഗറ്റീവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാളുമായിട്ട് എൻ്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ എല്ലാവരിലും ഈ എനർജി ഉണ്ട്. ചിലർക്ക് എല്ലാവരെയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽ ഉണ്ടാവും. ചിലരുടെ വേവ് ലെങ്ത് അങ്ങനെയാണ്. അവരാരെ കാണുമ്പോഴും അവർക്കൊട്ട് സാമ്യപ്യം ഉണ്ടാവും, അവരുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും. ചിലർ അങ്ങനെയല്ല, അവരുടെ ഫ്രീക്വൻസി അങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യുക? അയാൾ ആരെടുത്ത് പോയാലും ആർക്കും ഇഷ്ടാവില്ല. ആ ഫ്രീക്വൻസിയാണ് ആ ഫ്രീക്വൻസിയൊക്കെ ഡംപ് ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ സാധാരണ പറയാ സത്സംഗിലൂടെ നമ്മുടെ സ്വഭാവം മാറ്റും എന്നൊക്കെ പറയുന്നതിന് അർത്ഥം. സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ ഭാവമാണത്. അതാണ് ആ ഫ്രീക്വൻസി വേവ്. ഓക്കെ, അതാണ് ഭഗവാൻ കൃഷ്ണനൊക്കെ പറയുന്നത്. അർജുനനോട് ചോദിക്കും, എങ്ങനെയാണ് എൻ്റെ ഭാവം മാറ്റേണ്ടത്, എങ്ങനെയാണ് എൻ്റെ സംസാരം മാറ്റേണ്ടത്? സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്ന അവസ്ഥ അതാണ്. ഒരു കാര്യത്തിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂഡൊന്നും വെച്ച് നടക്കില്ല. അപ്പോൾ നമ്മുടെ മൂഡ് മാറുന്നത് ചിലപ്പോൾ ഈ ഫ്രീക്വൻസിയുള്ള വേവ് മോശം എനർജി വരുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി മാറും. അതുകൊണ്ടാണ് ആ ചോദ്യം അതായിരുന്നല്ലോ. ആ ദുഷ്ടത എന്ന് പറയുന്നത് എന്താ ദുഷ്ടത? ചിലത് ദുഷ്ടനാവുന്നതായിരിക്കും നല്ലത്, ചിലപ്പോൾ ദുഷ്ടനാവാത്തതായിരിക്കും നല്ലത്. എല്ലാവരെയും നമ്മൾ പ്രീതിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ലോകത്തിൽ നല്ലതെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. എവിടെ എങ്ങനെ പെരുമാറണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയ ക്രോധ. ഇതൊക്കെ എല്ലാവരിലും ഉണ്ടെന്ന് ഭഗവാൻ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അത് എടുത്ത് പറയുന്നത്. പക്ഷെ അതിനെ വേണ്ടെന്നല്ല ഭഗവാൻ പറയുന്നത്. അതിനെയൊക്കെ കുറച്ച് മിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ സ്ഥിതപ്രജ്ഞനായി എന്നാണ്. വേണ്ടാന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. ദേഷ്യപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ബിനുവോ പ്രിയോ പറയുന്നത് ഇഷ്ടമല്ല വെച്ചാൽ ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്ന എന്താ അർത്ഥം? അത് കേട്ടിട്ടും ഞാൻ അതിനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏത് മക്കളെയാണ് അച്ഛനും അമ്മയും വഴക്ക് പറയാണ്ടിരിക്കുക? പറഞ്ഞോ. നമ്മുടെ കൾച്ചർ പ്രകാരം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അയ്യോ മോനെ സാരി കേട്ടോ, അറിയാണ്ട് പറഞ്ഞു പോയതാന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ലയോ? അത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് പിന്നെയും ദേഷ്യം കൊണ്ടുപോകുന്നതാണ് സ്ഥിതപ്രജ്ഞ അല്ലാത്ത അവസ്ഥ. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയ ക്രോധ ഒക്കെ ഉണ്ടായിക്കോളൂ. പക്ഷെ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആർക്കാ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക? ഈ പറയുന്ന എനർജി വല്ലാണ്ട് ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ അയാളെ കാണുമ്പോൾ തന്നെ ഭൂതം പോലെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചിലരുടെ മുഖം കാണാറില്ലേ? ഒരു ഭംഗിയില്ലാത്ത അവസ്ഥ. അയാൾ 4 റൊട്ടേറ്റ് എന്തപ്പോൾ ചെയ്യുന്നത്? ഈ കെമിക്കൽ പ്രോസസ്സൊക്കെ അയാളിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ നമുക്കൊരു ശ്ലോകം പറഞ്ഞു തന്നിട്ടുള്ളത്. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പദസ്പർശം ക്ഷമസ്വമേ എന്ന് പറയുന്നത് കൈ തൊട്ടിട്ട് ഭൂമിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് അത് ചൊല്ലുമ്പോൾ, ആ ചൊല്ലുന്നതിനല്ല പ്രത്യേകത, അത്രയും സമയം ക്ഷമയോടുകൂടി കൈ അവിടെ വെച്ചാൽ എൻ്റെ ശരീരത്തിലുള്ള ബാഡ് എനർജികളൊക്കെ അതിനകത്ത് പോകും. ഈ ഇലക്ട്രിസിറ്റിക്ക് ഫേസും പിന്നെ ന്യൂട്രും മാത്രം മതി, എർത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാ എർത്ത്? അനാവശ്യമായിട്ട് എപ്പോഴെങ്കിലും ഓവർ ചാർജ് വന്നാൽ അതിനെ എർത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അടിച്ചു പോകും. ആ അടിച്ചു പോകുന്നത് നമ്മളിലും ഉണ്ട്.
അതിനെയാണ് എർത്ത് ചെയ്യാൻ പറയുന്നത്. അത് എർത്ത് ചെയ്യണം എന്നാണ്. എർത്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് നിലത്ത് തൊടണമെന്നൊന്നുമില്ല, ചുമരിൽ തൊട്ടാലും മതി. എവിടെയെങ്കിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് തൊട്ടിട്ട് ഈ എല്ലാ റിലീജിയസ് പ്രാക്ടീസുകളിലും നിലം തൊടുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് ഉള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ളതിൽ റിപ്പയർ മെയിൻ്റനൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ചെയിൻ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ തൊടണം. അതല്ലെങ്കിൽ അയാളിൽ കുറേ എനർജികൾ ഇങ്ങനെ സെറ്റിൽ ചെയ്യും. അത് ഭാവിയിൽ അയാൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നുള്ളതാണ്. വലിയ എക്യുപ്മെൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന വലിയ ഫാക്ടറികളിലൊക്കെ എർത്തിങ് ചെയ്യണം. മനുഷ്യൻ പോയിട്ട് എർത്ത് ചെയ്യണം. ആ എർത്ത് ചെയ്യാൻ ഒരു ചെയിൻ തൂക്കിയിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതെല്ലാത്തിലുള്ളതാണ്. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ബുക്കിൽ, സീഡ്ലിംഗ് എന്ന് പറഞ്ഞ ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാഷെ, നമ്മള് ഈ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ നിലം തൊടുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ സോക്സ് ഇട്ട ഒരു അവസ്ഥയാണെങ്കിൽ സോക്സ് ഇട്ട് കാലുകൊണ്ട് ചവിട്ടി കൈ ഇപ്പൊ തൊട്ടാല് അത് എത്തിങ്ങി ശരിക്കും നടക്കുമോ, അതോ അവിടെ അത് ബ്രേക്ക്? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ടച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് തൊടുമ്പോഴും എർത്തിങ് ആണ് നടക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഡോറിൻ്റെ ഹോൾഡറിൽ തൊടുന്ന സമയത്ത് എനിക്ക് ഷോക്ക് അടിക്കണമെന്ന് വെച്ചാൽ അവിടെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എവിടെയെങ്കിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നേ ഉള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഷോക്ക് ഉണ്ടാവില്ല. അറിയാതെ ചെയ്യുമ്പോഴാണ് ഈ ഷോക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഈ അമ്പലത്തിലെ പടിയിൽ തൊടുന്നത്, അതെ, അത് അവിടെ എന്താണ് ചെയ്യണത്? പൂജാരി പൂജ ചെയ്യുന്ന സമയത്ത് കുറേ നല്ല എനർജി ആ പടിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, പെരിഫറൽസിലാണ് നിൽക്കുക. ചിലപ്പോൾ ഭഗവാന്റെ ബിംബത്തിനേക്കാളും അകത്തുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പെരിഫറലാണ്. പിന്നെ അദ്ദേഹം ഒരു തീർത്ഥം എടുത്തിട്ട് നമ്മളിലേക്ക് എറിഞ്ഞു തരുമ്പോൾ നമ്മുടെ മുഖത്ത് വീഴുമ്പോൾ എന്ത് ഹാപ്പിയാണ്. എന്തിനാ എത്ര തെക്ക് പിടിച്ചിട്ട് ഒരു തുള്ളി എൻ്റെ മുഖത്ത് വീണേന്ന് പറയുന്നത്? ആ വെള്ളം എനർജൈസ്ഡ് ആയിട്ടുള്ളതാണ്. ആ എനർജൈസ്ഡ് വാട്ടർ നമ്മൾ വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് തീർത്ഥമായിട്ട് തരുന്നതും. പക്ഷെ ഇതൊക്കെ ആ പ്രോസസ്സിലൂടെ ആ വെള്ളത്തെ എനർജൈസ് ചെയ്യാൻ പറ്റും. കാരണം വെള്ളത്തിന് അതിൻ്റെ ഒരു ഗുണമുണ്ട്. അതിനെ കണ്ടക്റ്റിംഗ് ആയതുകൊണ്ടും അത് പ്രിസർവ് ചെയ്യാനുള്ള കഴിവുമുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് തീർത്ഥം എനർജൈസ്ഡ് വാട്ടർ ആണെന്നാ പറയാം. അത് ഏതൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ABC. അപ്പൊ മാഷ, നമ്മളിപ്പോ അമ്പലത്തിലെ പടി തൊട്ട് വന്ദിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജിയും ഈ സ്റ്റാറ്റിക് എനർജി എല്ലാം ഒരേ തരത്തിലുള്ള എനർജി, വ്യത്യസ്തമായ ഫ്രീക്വൻസിയാണ്. അല്ല, നമ്മൾ ഇങ്ങനെ തുണിയൊക്കെ വൈകുന്നേരം എടുക്കുമ്പോൾ, എക്സ്പെഷ്യലി സമ്മറിൽ, ഒരു ആക്ച്വലി വി ഗെറ്റ് എ ഷോക്ക് ലൈക്ക് ദാറ്റ്. അതും സെയിം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് ആയിരിക്കണം. അതിപ്പോ നമ്മൾ സാധാരണ പണ്ടൊക്കെ കളിക്കാറില്ലേ, ചീർപ്പെടുത്തിട്ട് നല്ല പോലെ കയ്യിൽ അമർത്തിയിട്ട് പേപ്പറിൽ വെക്കുമ്പോൾ അതും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. എല്ലായിടത്തും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നല്ല രസകരമായ കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ കുണ്ടിച്ചു മാത്രമല്ല, ചെറിയ ചൈനയിലൊക്കെ ഉള്ള ആൾക്കാരുടെ മുടിയൊക്കെ നമ്മളെ പോലെ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ താത്തി വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്റെ മുടിയിൽ എണ്ണയില്ല കുറെ കൊല്ലങ്ങളായിട്ട്. ഇപ്പൊ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉള്ള സാധനം മുകളിൽ വെച്ച എല്ലാ മുടിയും മുകളിലേക്ക് നിൽക്കും ഇങ്ങനെ. അത് ഈ ഫിസിക്സ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില ക്ലാസ്സുകളിൽ കാണാം. അതെ, അതാണ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാ. ചെറിയ പേപ്പർ പീസസ് ആക്കിയിട്ട് സ്കെയില്, പ്ലാസ്റ്റിക് സ്കെയിൽ, മുടി തന്നെ പൊങ്ങും. മുടി തന്നെ പൊങ്ങിയിട്ട് ഗേൾസിന്റെ ഒക്കെ മുടി എത്രയുണ്ടോ അത്രയും ഹൈറ്റിലേക്ക് അത് പൊങ്ങുന്ന വിധത്തിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ പറ്റും.